നമസ്കാരം. SDP-യിൽ ചേർന്നാലും BJP-യിൽ ചേരില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ എ പത്മകുമാർ അറസ്റ്റിലായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 6ാമത്തെ അറസ്റ്റ്. എന്താണ് SIT സംഘത്തിന്റെ അന്വേഷണത്തെയും ഈ അറസ്റ്റിനെ കുറിച്ച് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് അയ്യപ്പസ്വാമിമാർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. അതിനെതിരെ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമ നടപടികൾ നടക്കട്ടെ, പരമാവധി ശിക്ഷ കിട്ടട്ടെ. നല്ല സൈനായിട്ടാണ് പെണ്ണുങ്ങളെ കയറ്റാനായിട്ട് മുമ്പന്തി നിന്ന പത്മകുമാർ അല്ലായിരുന്നു. അപ്പൊ അയാൾക്ക് അതിനുള്ള ശിക്ഷ അയാൾക്ക് ഇന്ന് കിട്ടി. നമ്മളിപ്പോ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ പരിപാടിയെ നിർത്തണം. ജനങ്ങൾ ഈ ഭക്തജനങ്ങളുടെ കാശ് എടുത്തിട്ട് ഇത് കണക്ക് പൈസ എല്ലാം അടിച്ചു മാറ്റി ഇത് കണക്കുള്ള പരിപാടിയെ കാണിക്കുന്നത്. ഇവർക്ക് പരമാവധി എന്താ കിട്ടും അത്ര ശിക്ഷ കിട്ടണം. നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടണം. പിന്നെ അത്രയ്ക്ക് വിഷമം തോന്നുന്നു. അത്രയ്ക്ക് നമുക്ക് വിഷമം. അത് നമ്മളെ അന്ന് തൊട്ട് ഇയാളന്ന് സ്ത്രീ വിഷയമായിട്ട് ഇന്നപ്പോ ഈ പത്മകുമാർ അല്ലായിരുന്നു പ്രസിഡന്റ്. അന്ന് ഇയാൾ ചെയ്തതിനെല്ലാം അതിനായിട്ടുള്ള രീതിയിലായിരുന്നു കിട്ടിയേക്കുന്നത്. ഭക്തജനങ്ങളുടെ പണമാണെങ്കിൽ ഒരു ബിസിനസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണിക്കയിൽ പൈസ ഒന്നും അർപ്പിക്കാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ആണ് ഇപ്പം നിയമം അനുശാസിക്കുന്ന ശിക്ഷയല്ലേ മാക്സിമം കിട്ടത്തോളൂ. ബാക്കിയുള്ളത് ഭഗവാൻ തന്നെ കൊടുത്തോളൂ. അതാണ് വിശ്വാസം. അത് തന്നെയാണ് ഭക്തജനങ്ങൾ അതാണല്ലോ വിശ്വസിക്കുന്നത്. അയ്യപ്പന് വിശ്വാസം ഉണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ അയ്യപ്പൻ തന്നെ കൊടുക്കട്ടെ. കാരണം തെറ്റ് ചെയ്യുന്നവർ എന്നാലും ഉപ്പ് തിന്നാ വെള്ളം കുടിക്കണമെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. അത് വാസ്തവമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ചുകൊണ്ട് ആ ശബരിമലയ്ക്ക് വരുന്നത് ഓരോ രൂപയും ഭക്തർ ഇടുന്നത്. അതിൽ നിന്ന് എടുത്ത അയ്യപ്പൻ സഹിക്കത്തില്ല. ഹരിഹരസുധൻ അന്നദാനപ്രഭു എല്ലാത്തിനും പരിഹാരം കണ്ടോളും. നമ്മൾ അതിന് ചോദിക്കാനോ പറയാനോ ഒരാൾ കുറ്റക്കാരനാണെന്നോ ഒരു നല്ലവനാണെന്നോ പറയാനുള്ള യോഗ്യതയില്ല. എല്ലാം ദൈവം നടത്തട്ടെ, അതേ പറയാനുള്ളൂ. കാരണം ഈ കലിയുഗ വരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരുപാട് അത് ദീർഘിച്ച് പറയാനുള്ള പറ്റത്തില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് അതിൻ്റെതായിട്ടുള്ള സമയത്ത് ദൈവം കൊടുത്തോളും. തീർച്ചയായിട്ടും ദൈവം വല്ലവനാ. ദൈവശക്തിയേക്കാൾ വലുതാ പോളിറ്റി ശക്തി. ദൈവശക്തി രണ്ടാമത്, ഇപ്പോ പോളിറ്റി ശക്തിയാ ഒന്നാമത്. അത് നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം ഇതിനേക്കാൾ വലിയ താപ്പാനകള് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതൊരു മനുഷ്യന്മാരല്ല, മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരെയാണ് അത് ചെയ്യുള്ളൂ. അവിടെ വരുമ്പോ തന്നെ ഭയങ്കര വിഷമമുണ്ട്. അവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം. അതെ അല്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും കാലത്തെ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നത്. അത് വരണം. അത് നല്ല ശിക്ഷ കൊടുക്കും വേണം. അല്ലാണ്ട് ആരും തമ്മിൽ അതിനെ മാറ്റി മറിക്കരുത്. അവർക്ക് ജീവപര്യന്തം കൊടുക്കണം. അത്രേ ഉണ്ട്. പ്രളയം വന്നപ്പോ കണ്ടില്ലേ, പെണ്ണുങ്ങളെ കയറ്റിന് പ്രളയം വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് സ്വർണ്ണം ഇവിടെ പിടിക്കട്ടെ, നല്ല കാര്യമല്ലേ? ഒന്നും പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വിശ്വാസത്തോടെ വരുമോ? വരികയല്ല. എല്ലാരും പിടിക്കും. എല്ലാ കള്ളന്മാരെ പിടിക്കും. ഇത് മൊത്തം കള്ളന്മാരാണ്. എല്ലാരും പിടിക്കും. ഭക്തർക്ക് വിശ്വാസം കൂടുകയുള്ളൂ. ഭഗവാൻ അതെല്ലാം നോക്കിയല്ലേ ഇരിക്കുന്നേ. അവസാനത്തെ ആളിനെ വരെ പിടിച്ചിരിക്കും. ഉറപ്പ്. ആരാണേലും പിടിക്കും. ഏത് വലിയവനാണേലും പിടിക്കും. അറസ്റ്റിലാകണം. അതാണ് ഞങ്ങളുടെ കാര്യം. അയ്യപ്പന്റെ സ്വർണ്ണം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആവും. അതെ, തീർച്ചയായിട്ടും. ഏതാണെങ്കിലും ആരാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും വളരെയേറെ വിഷമം തോന്നുന്നു. നമ്മുടെയൊക്കെ ഭക്തിപരമായ ഇവിടെ വരുന്നച്ച് പോകുമ്പോൾ ആ ഒരു അവസ്ഥയും ഇതൊക്കെ കാണുമ്പോഴൊക്കെയുള്ള മനോവിഷമം സത്യം സഹിക്കാൻ പറ്റുന്നില്ല. അതെല്ലാവർക്കും വിവരം അറിയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീകളെ കയറ്റുന്നതിന് പറ്റിയിട്ട് കളിച്ചവർക്കൊക്കെ പണി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം. അതുപോലെ ഇതും പണി കിട്ടും വിചാരിക്കുന്നു. കുറ്റം ചെയ്തവരെന്തായാലും ശിക്ഷിക്കപ്പെടും. അതാണ്, അങ്ങനെയാണ് അവിടുത്തെ കീഴ്വഴക്കം. ആർക്ക് അറസ്റ്റ്? ഞങ്ങൾക്ക് വിശ്വാസം കൂടുതൽ തന്നെയല്ല. എന്താ വെച്ചാൽ തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരായിട്ട് പിടിക്കപ്പെടുമ്പോ നമുക്ക് അതിൽ വിശ്വാസം കൂടുക തന്നെ ചെയ്യാം.
കാണുമ്പോ എന്ത് തോന്നണ ശരിക്ക് അവരൊക്കെ പൂർണ്ണ അധികാരം കൊടുത്തു, അവരെ നോക്കിയില്ല എന്നാണ് തോന്നുന്നത്. അവർക്കൊരു ഫ്രീഡം കൊടുത്തു എന്തും ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഈ ദേവസ്വം കാര്യങ്ങളൊക്കെ ഇല്ല, അവരപ്പോ അത് കൃത്യമായിട്ട് അതിന്റെ പിന്നാലെ നടന്നിട്ട് എടുക്കേണ്ടത് എടുപ്പിക്കുക. ഇത് എടുത്തത് എന്താണെന്ന് തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കൊണ്ടുപോയത് ചെമ്പാണെന്ന് അവർ പറയണു, സ്വർണത്തിന്റെ ഇതാണെന്ന് ഇവിടെ ഉണ്ടായിരുന്നു പറയണു, ജനങ്ങൾ പറയണു. എന്താ തോന്നുന്നത് എല്ലാം അയ്യപ്പനോട് പറയുക. അയ്യപ്പനാണല്ലോ അതൊക്കെ ഇപ്പൊ പുറത്തു കൊണ്ടുവന്നത്. അയ്യപ്പനോട് പറയുക, അയ്യപ്പൻ കഴിഞ്ഞാൽ ഉണ്ടാവും. അതിപ്പോ പേപ്പറിൽ എന്തിലൊക്കെ കണ്ടു, ടിവിയിലൊക്കെ കണ്ടു. ബാക്കി വിഷമമുണ്ടല്ലോ, ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് നല്ല വിഷമമുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ബാക്കിയുള്ളത് ഭഗവാൻ കൊടുക്കട്ടെ. തീർച്ചയായും അങ്ങനെ തന്നെ ആവണം. ഒക്കെ കള്ളന്മാരൊക്കെ വരണം, അധികാരത്തിൽ നിന്നൊക്കെ പോകണം. പുതിയ നല്ല വിശ്വാസമുള്ള ആൾക്കാർ അധികാരത്തിൽ വരണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തണം. ഇവിടെ ഇപ്പൊ കാലത്ത് ഞങ്ങൾ വന്നിട്ട് ക്യൂല് നിന്നിട്ട് ഞങ്ങള് 3 മണിക്കൂർ ക്യൂല് നിൽക്കുക. പോലീസുകാർ വന്നിട്ട് VIP കളായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കയറ്റിവിടുക. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. നിയമം ഉള്ളതുകൊണ്ട് പിടിക്കപ്പെടുമായിരിക്കും, അല്ലാത്തവര് വെളിയിൽ വന്നു തുടങ്ങിയല്ലോ. പിന്നെ തീർച്ചയായും വിഷമമുണ്ട്. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ തീർച്ചയായും വിഷമമുണ്ട്. കൂടുതൽ വരാനുണ്ട്. അതൊക്കെ അയ്യപ്പന്റെ ശക്തി കൊണ്ട് തന്നെ പുറത്തു വരുന്നതാണ് വിശ്വാസം. അത് അയ്യപ്പൻ ശിക്ഷ കൊടുത്തോളും. അയ്യപ്പനെ അറിയിച്ചു കൊടുക്കാണ്ടല്ലോ അറിഞ്ഞത്, അല്ലെങ്കിൽ അറിയാർന്ന്. ഇനിയുണ്ട് അവർക്ക് ശിക്ഷ. ഇതൊന്നും ആയിട്ടില്ല. ഇതിന് നല്ല ശിക്ഷ അയ്യപ്പൻ കൊടുക്കും. എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കാൻ തയ്യാറാ. എന്ത് ശിക്ഷയും കൊടുക്കണം. അതിന് തക്കതായ ശിക്ഷ അയ്യപ്പൻ തന്നെ കൊടുത്തോളും. ഒരു ഇതുമില്ല, അതില് ഒരു തെറ്റുമില്ല. അയ്യപ്പൻ തന്നെ കൊടുത്തോളൂ. അത് അനുഭവിച്ചേ ഒരു ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. നല്ല ശിക്ഷ അത് സ്വാമി തന്നെ കൊടുക്കും. ഞങ്ങളൊക്കെ അത്ര അതിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ അവര് തന്നെ അനുഭവിക്കും. നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇവിടെ ഈ കോടാനുകോടി ആൾക്കാർ വരുന്ന എന്തെല്ലാം കഷ്ടപ്പെട്ട് അവർ കൊണ്ടുവരുന്ന ഒരു വിഹിതമാണ് ഇവരത് കൊള്ളയടിച്ച് തിന്നുന്നത്. അത് ഏത് അത് അനുവദിക്കരുത്. അയ്യപ്പന് കൊണ്ടുവരുന്ന അയ്യപ്പൻ അല്ലെ അയ്യപ്പൻ അത് അവരെടുക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് കൂടെ അത് പ്രയോജനപ്പെടണം. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർക്കായാലും മറ്റെല്ലാവരും പ്രയോജനപ്പെടണം. അല്ലാതെ ഇത് തീരെ മോശമായിപ്പോയി ഇത് കൊള്ളുന്ന. കാരണം അയ്യപ്പൻ നമ്മളിപ്പോ അത് ഒരു നമ്മുടെ നമ്മുടെ ഒരു വീടായാല് ആ വീട് നമ്മൾ സ്വന്തമായിട്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റി അത് എങ്ങനെ മുന്നോട്ട് പോകും?